ഹലോ! എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കണ്ടിട്ട്. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഒരു ഹർബറി ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ തന്നെ ഏട്ടനെ വിളിച്ച് എണീപ്പിച്ചത് ഒരു 6:30 കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ച്. "നീ എണീറ്റ് വാ, നല്ല ചൂടോടെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുടിക്കാം" എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അതുകൊണ്ട് എണീറ്റപ്പോഴേ പല്ല് തേച്ചു കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞുമണി എണീറ്റിട്ടേ ഞാൻ പല്ല് തേക്കത്തുള്ളൂ. അങ്ങനെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് വെച്ച് നോക്കി ഇരിപ്പുണ്ട്. അപ്പപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടന് ഒരാഴ്ചയായിട്ട് ലീവാട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കലാപരിപാടിയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഏട്ടൻ കിടന്ന് ഉറക്കമായിരിക്കും. അതിനെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. രാത്രിയാണല്ലോ വർക്ക്. അങ്ങനെ രാവിലെ പാലൊക്കെ തിളപ്പിച്ച് തന്നതല്ലേ, സ്നേഹപ്രകടനമൊക്കെ നടത്തിയതാണ്. കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു മാസം ഷുഗർ കട്ടാട്ടോ. അങ്ങനെ ഓരോ മാസം എന്തെങ്കിലുമൊക്കെ ഞാൻ ഇറക്കുന്നതാണ്. ചിലപ്പോൾ ഡയറ്റ് എടുക്കും, ചിലപ്പോൾ ഷുഗർ കട്ട്, ചിലപ്പോൾ അമിതമായിട്ട് ഷുഗർ കഴിക്കും. എന്തായാലും ആദ്യമായിട്ടാട്ടോ ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം പോലും മധുരം കഴിക്കാതിരിക്കുന്ന ആളേ അല്ല. നല്ല പോലെ മധുരം കഴിക്കും. ഈ ഒരു മാസം എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ രാവിലെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ മിച്ചറൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കണ്ടത് കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏട്ടൻ കട്ടൻ ചായ ഇട്ടിട്ടാണ് പാല് കണ്ടത്. പിന്നെ ഇതവിടെ വെച്ചിട്ട് പാല് തിളപ്പിച്ചു. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന റോഡാണ്. അവിടെ റീടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടിട്ടേക്കുന്നത്. പിന്നെ ചെടിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. നമുക്ക് മുറ്റം നിറയെ ചെടിയായിരുന്നു കേട്ടോ. മുറ്റമല്ല, വീടിൻ്റെ അകമൊക്കെ ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയായിരുന്നു. നല്ലപോലെ നോക്കുകയും ചെയ്യായിരുന്നു. അപ്പം ഞാൻ ഡെലിവറിക്ക് വേണ്ടി അങ്ങ് വീട്ടിൽ പോയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അന്നേരത്തേന് ചെടിയെല്ലാം പോയി. പിന്നെ അവശേഷിക്കുന്ന ഇത്ര മാത്രമേ ചെടിയുള്ളൂ. അതെന്തായാലും അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇരുന്നാൽ കൊള്ളാം. പിന്നെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴുകി വെച്ച പാത്രം എടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ്. അതൊക്കെ പിന്നെ മടിച്ച് കൊണ്ടെടുത്ത് വെച്ച് രാവിലെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചാലേ ഒരു സമാധാനം വരത്തുള്ളൂ. മുടിയൊക്കെ അപ്പടി പോയി. മുടിയൊന്നും ശ്രദ്ധിക്കാനേ സമയമില്ല. നല്ല രീതിയിൽ കെയർ ചെയ്ത മുടിയാണ്. നമ്മൾ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യുമ്പോഴത്തേനും നല്ല പോലെ വളരും. കെയർ ചെയ്യാതെ അവിടെ ഇട്ടാലോ അത് മൊത്തവും നശിച്ചു പോകും. എന്തായാലും മുടിയുടെ അറ്റമൊക്കെ വെട്ടി എണ്ണയൊക്കെ കാച്ചി നല്ല പോലെ കെയർ ചെയ്തെടുക്കണം. ഞാൻ നിന്നത് ഒരു ഉറുമ്പും കൂട്ടിലായിരുന്നു കേട്ടോ. കാലിലേക്ക് ഉറുമ്പ് കടിച്ചു, പന്നി ഉറുമ്പ്. നിന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. ഉറുമ്പിനെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ. പിന്നെ വന്ന് ചോറ് വെക്കാൻ വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചപ്പോഴാണ് ഏട്ടൻ വന്ന് പറഞ്ഞത്, "നീ അത് ഓഫ് ചെയ്തേരെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ അടുത്തോട്ട് പോകാം, ചോറ് വെക്കേണ്ട" എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞാൻ പെരക്കയൊക്കെ രാവിലെ തന്നെ തൂത്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ നമുക്ക് ദോശയായിരുന്നു. ദോശയും ചമ്മന്തി. ഇപ്പോൾ കുഞ്ഞുമണി എണീക്കുന്നതിൻ്റെ ഇപ്പുറം ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. മിക്സി ഓണാക്കി അവൾ എണീക്കും. പക്ഷേ അതിന് മുന്നേ അവൾ എണീറ്റായിരുന്നു. വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ തന്നെ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. അവൾ അവിടെ കിടന്ന് കളിച്ച് കൊലുസുണ്ട്. കൊലുസിൻ്റെ കിലുക്കം കേൾക്കുമ്പോഴാണ് അറിയുന്നത് അവൾ എണീറ്റെന്ന്. അതുകൊണ്ട് അറിയാം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ, അനങ്ങാതെ കിടക്കും. എങ്ങാനും ഇറങ്ങി വന്നാൽ തീർന്നില്ലേ. അതുകൊണ്ട് കറക്റ്റ് അവൾ എണീക്കുമ്പോഴേ അറിയാം ആ കൊലുസുള്ളതുകൊണ്ട്. പിന്നെ അച്ഛനും മോളും കൂടെ കുറേ സംസാരമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2 റീൽസ് എടുക്കണമായിരുന്നു. അതിൻ്റെ ആട്ടോ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ. പിന്നെ അത് അഴിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ചമ്മന്തിയൊക്കെ അരച്ച് ദോശ ചുട്ടു. ഇവൾക്കെല്ലാം കാണണം കേട്ടോ. ഇങ്ങനെ എൻ്റെ ഒക്കത്തിരിക്കും, ഇറങ്ങത്തേ ഇല്ല. അവൾക്ക് ഫുള്ളെല്ലാം വീക്ഷിക്കണം. പിന്നെ അവൾക്കുള്ള ദോശയിൽ ഞാൻ എപ്പോഴും നെയ്യ് ചേർക്കും കേട്ടോ. അവൾക്ക് നെയ്യുടെ ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നെങ്കിൽ ദോശയിൽ അല്ലെങ്കിൽ ചോറിൽ എന്തിലേലും ഒന്ന് നെയ്യ് കൊടുക്കും. ചമ്മന്തിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചത്. അതിടാൻ മറന്നുപോയി. ഇലയിൽ ഭയങ്കര മറവിയാണ്. പിന്നെന്താ, അതേ കുഞ്ഞുമണിയുടെ ചെയറിൽ കയറി ഇരിപ്പുണ്ട്. അവൾ അവിടെ ഇരുന്ന് കഴിച്ചോളും കേട്ടോ. അതിനവൾക്ക് ഇഷ്ടമാണ് ഇരുന്ന് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് ആ എടുത്തുകൊണ്ട് നടന്ന് കഴിപ്പിക്കുന്ന ആ ബുദ്ധിമുട്ടൊക്കെ മാറി. ആ ചെയറിൽ അവൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിച്ചോളും. അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കും കേട്ടോ. ദോശയായതുകൊണ്ട് പിച്ച് കൈ കൊടുത്താൽ മതി, കഴിച്ചോളും. ഒരു 1/4 ഭാഗമൊക്കെ അങ്ങനെ കഴിക്കും കേട്ടോ. ബാക്കി ഞാൻ വായി കൊടുക്കണം, അല്ലെങ്കിൽ അവൾ കളിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ചിലപ്പോൾ അവൾ കള്ളിയാണ്, അത് താഴെ ഇടും, എന്നിട്ട് ചവയ്ക്കുന്ന പോലെ കാണിക്കുവേ. എല്ലാം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി. ഞാനും കുളിച്ച് റെഡിയായി ഇറങ്ങി കേട്ടോ. അന്നേരം തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. നേരത്തെ ആകുമ്പോൾ ചടപടാന്ന് ഞാൻ ഏട്ടനും കൂടെ ഒരുങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ കുഞ്ഞുമണിയും കൂടെ ഉള്ളപ്പം അവളെ ഒന്ന് കംഫർട്ടബിൾ ആക്കണമല്ലോ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഞങ്ങളും സ്ലോ ആയി എല്ലാ കാര്യത്തിലും. ചേച്ചിയുടെ വീട് പുനലൂരാണ് കേട്ടോ.
അവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുവാണ്. ഇതാണ് പുനലൂർ തൂക്കുപാലം. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആ തൂക്കുപാലം തന്നെയാണ് ഈ തൂക്കുപാലം. അങ്ങനെ ചേച്ചിയുടെ അടുത്തെത്തി. ചേച്ചി ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാനുള്ള കപ്പളങ്ങയൊക്കെ പറിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ അവിടെ ഒരുപാട് ചെടിയുണ്ട്. ചെന്ന പാടെ ഏട്ടൻ നോക്കുന്ന ചെടികളാണ്. അവിടെ മിക്കവാറും ഇവിടെ നിന്ന് ചെടി കൊണ്ടുവരും. എന്നിട്ടും പിന്നീട് ചെല്ലുമ്പോഴും പിന്നെയും ചെടി നോക്കിക്കൊണ്ടിരിക്കും. ചേച്ചിക്കും ചെടിയുടെ ഒരു വൺ കളക്ഷൻ ഉണ്ടായിരുന്നു. പോയി. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ടേ അങ്ങനെ നിൽക്കത്തില്ല. പിന്നെ ഏട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട്. കണ്ടോ പട്ടീനെ കണ്ടോ, പട്ടീനെ എവിടെ കണ്ടാലും ഓടിക്കും. നമ്മുടെ ഈ വീട് നിൽക്കുന്ന ഭാഗം ഫുള്ള് പട്ടികളാണ്. അതുകൊണ്ട് ഏട്ടന് ഇഷ്ടമില്ല. പിന്നെ അതേ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ നേരെ പോകുന്ന അടുക്കളയിലോട്ടാണ്. എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കണ്ടേ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മത്തി മുളകിട്ട് വെക്കുന്നത്. അതുകൊണ്ട് ചേച്ചി മിക്കവാറും ഏട്ടൻ ചെല്ലുമ്പോൾ അത് തന്നെ വെക്കും. എനിക്ക് മത്തി വറുത്തതുമാണ് ഇഷ്ടം. അതുകൊണ്ട് ചേച്ചി മത്തി വറക്കാനുള്ള മസാലയൊക്കെ പുരട്ടിയും വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴേ കുഞ്ഞുമണി ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു കേട്ടോ. ഭയങ്കര ചൂടാണ് പുനലൂർ. പുനലൂരും അല്ല, കൊല്ലം ജില്ലയെ ഭയങ്കര ചൂടാണ് ഇടുക്കി അപേക്ഷിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുഞ്ഞുമണിക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങളും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നല്ല മീൻ വറുത്തതും മീൻ കറിയും കപ്പളങ്ങ തോരനും മോര് കറിയും അച്ചാറായിരുന്നു. അച്ചാർ മറ്റേ വഴുതനങ്ങ അച്ചാറും. ഞാൻ ആദ്യമായിട്ട് കേട്ടോ വഴുതനങ്ങ അച്ചാർ ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിച്ചേ ഇല്ല വഴുതനങ്ങ അച്ചാർ ഇട്ടെന്ന് പറഞ്ഞപ്പം. എന്നിട്ട് ചേച്ചി പറഞ്ഞു കഴിച്ച് നോക്കിയിട്ട് നീ പറയാൻ പറഞ്ഞു. കഴിച്ചപ്പം വഴുതനങ്ങയൊന്നും പറയത്തേ ഇല്ല. ഈ മറ്റേ പുളിഞ്ചിക്ക ചേമ്പുളിയില്ലേ, അതിൻ്റെ അച്ചാർ, അല്ലെങ്കിൽ നമ്മൾ ഈ മാങ്ങ ഉണക്കി അച്ചാറിടത്തില്ലേ, അതിൻ്റെ ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ആ വഴുതനങ്ങ അച്ചാറിന്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുമണി ഉറക്കമായി. കുഞ്ഞുമണി മാത്രമല്ല, കുഞ്ഞുമണിയുടെ അച്ഛനും അവിടെ കിടന്നുറങ്ങി കേട്ടോ. അന്നേരമാണ് ചേച്ചിയുടെ ഓർണമെൻറ്റ്സ് ഒക്കെ അടുക്കി പെറുക്കി വെക്കുന്നത് കണ്ടു. നേരെ അങ്ങോട്ട് വിട്ടു. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാട്ടോ. ഇപ്പോഴൊന്നുമല്ല, ഒരു 15 വർഷം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ പേളിൻ്റെ മുത്തും ഇതൊക്കെ, ഈ നെക്ലേസൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പം. കാരണം അന്നുണ്ടാക്കിയതല്ലേ. ഇപ്പോഴാണ് ഈ പേളിൻ്റെ ഇതൊക്കെ ഭയങ്കര ട്രെൻഡായത്. പിന്നെ ഇതെല്ലാം ചേച്ചിയുടെ കളക്ഷൻസാണ് കേട്ടോ. ഫുള്ള് സെറ്റോടെ ചേച്ചി എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മിക്കേൻ്റെ കൂടെ എല്ലാം ഉണ്ട് കേട്ടോ. കമ്മലും മാലയും ബ്രേസ്ലെറ്റും എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ ഒരു വൺ കളക്ഷൻ തന്നെയുണ്ട് ചേച്ചിക്ക്. ഒരു ക്ലിപ്പിൻ്റെ ഒരു കളക്ഷനും എല്ലാം ഉണ്ടായിരുന്നു. ഈ കമ്മൽ, ഈ ചുമക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വളകളുടെ ഒരു കളക്ഷൻ. ഇതൊക്കെ കണ്ടുകൊണ്ട് 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുമണി എണ്ണീറ്റ് വന്നു കേട്ടോ. പാവം. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വരുമ്പോഴത്തേനും അവളെ ഭയങ്കര എന്തുവാ ഇങ്ങനെ കടിച്ച് തിന്നാനൊക്കെ തോന്നും. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി കേട്ടോ. അന്നേരത്തേന് ചേച്ചി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ കെട്ടിപ്പെറുക്കി. ഇത് മാത്രമല്ല കേട്ടോ, അവിടെ നിന്ന് ഞാൻ ഒരു വൺ കളക്ഷൻ തന്നെ എടുത്തായിരുന്നു. ക്ലിപ്പും കമ്മലും ഒക്കെ ആയിട്ട് കുറേ എടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചിയോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം വൃശ്ചിക മാസം ആയതുകൊണ്ട് ഈ പുനലൂർ ഭയങ്കര തിരക്കാണ്. സന്ധ്യ എന്നല്ല, എപ്പോഴും ഇതുപോലെ ഫുൾ ട്രാഫിക്. അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഈ വൃശ്ചിക മാസം ഭയങ്കര തിരക്കാണ്. കുറേ നേരം ബ്ലോക്കിൽ പെട്ടിട്ടാണ് വന്നത്. പിന്നെ 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബൈപ്പാസിൽ പോയി കേട്ടോ. 5-ന് ഇറങ്ങിയാൽ നമുക്കൊന്ന് ബൈപ്പാസിൽ കറങ്ങണമല്ലോ. അങ്ങനെ ബൈപ്പാസിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. ഏട്ടനൊരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അക്വേറിയം. ഇത് ഫുൾ ഏട്ടൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു സാധനം പോലും അല്ലാതെ പുറത്ത് കൊടുത്ത് സെറ്റ് ചെയ്തതല്ല. ഗ്ലാസ്സൊക്കെ എടുത്ത് ആ തടിയൊക്കെ ഏട്ടൻ തന്നെ വെള്ളം തിളപ്പിച്ചൊക്കെ സെറ്റ് ചെയ്ത തടിയാണ്. ഫുൾ ഏട്ടനാണ് സെറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ, ഈ അക്വേറിയം സെറ്റ് ചെയ്തതിൻ്റെ. രസമാണ്. നമുക്ക് വീട്ടിൽ ഇതുപോലെ സെറ്റായിട്ട് അക്വേറിയം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ രാത്രിയായപ്പോഴത്തേനും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുമണിക്കുള്ള ചോറും തോരനും മീൻകറിയും കൊടുത്ത് വിട്ടായിരുന്നു. കുഞ്ഞുമണിക്കല്ല, ശരിക്കും ഏട്ടനാണ് ആ മീൻകറി കൊടുത്ത് വിട്ടത്. ഏട്ടന് ഈ പൊറോട്ടയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബർഗറും വാങ്ങിച്ചു. എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമായി. നല്ല ചീസൊക്കെ വെച്ച് അടിപൊളി ബർഗറായിരുന്നു. കുഞ്ഞുമണിക്കും ചോറൊക്കെ കൊടുത്തു. ഭയങ്കര മടിയാണ് അവൾക്ക് കഴിക്കാൻ. എന്നാലും നിർബന്ധിച്ച് കഴിപ്പിച്ച് ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ ഏട്ടനുണ്ടെങ്കിൽ കുഞ്ഞെൻ്റെ കൈ വരത്തേയില്ല ഉറങ്ങാൻ. ഏട്ടൻ ഇങ്ങനെ കുലുക്കി ഉറക്കണം. അതൊരു കാര്യമായി. ഞാനിങ്ങനെ ഉറക്കി അവൾ ഉറങ്ങത്തേ ഇല്ല കേട്ടോ. പക്ഷേ ഏട്ടൻ ഉറക്കി അവൾ പെട്ടെന്ന് ഉറങ്ങും. അവളെ ഉറക്കി ആ ക്ഷീണത്തിൽ ഏട്ടനും കിടന്നുറങ്ങി കേട്ടോ. ഇവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്കും നല്ല ഉറക്കം വന്നു. എനിക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല. അവരുടെ കൂടെ കയറി കിടന്ന് ഞാനും ഉറങ്ങി. അപ്പം അത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.